ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾ ഇന്ന് തമിഴിൽ കണ്ടതുപോലെ തന്നെ ഒരു ഹോസ്പിറ്റൽ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. രാവിലെ തന്നെ ഒരു പൊടിമഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് കേട്ടോ എഴുന്നേൽക്കുന്നത്. ഒരു 10 മണിയൊക്കെ ആയി കാണും. എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ തണുപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ച് തന്നെ കിടന്നു കേട്ടോ. അപ്പോൾ രാവിലെ മുറ്റത്ത് വന്നപ്പോൾ തന്നെ ഇതേ ഒരു കാക്കയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇടയ്ക്ക് വീട്ടിലേക്ക് ഇങ്ങനെ വരുന്നതാണ്. അപ്പോൾ ആൾ എന്തൊക്കെയോ ഇങ്ങനെ നോക്കിയിരിക്കുകയാണോ. നമ്മുടെ വീട്ടിൽ കൊലായ്മയിൽ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും ജീവികളൊക്കെ ഉണ്ടാവും കേട്ടോ. നമുക്ക് അങ്ങനെ ഓടിച്ചു വിടൊന്നുമില്ല. പിന്നെ ഇതേ നമ്മുടെ പൂച്ചക്കുട്ടി ഇങ്ങനെ നോക്കി ഇപ്പോൾ ഉണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ചെറിയ രീതിയിലൊരു പൊടിമഴയൊക്കെ പെയ്യുന്നുണ്ട് കേട്ടോ. രാവിലെ തന്നെ അപ്പുറത്തെ വീട്ടിലെ താത്ത കൊണ്ടുവന്നാണ് കേട്ടോ ഈ ചക്ക ഉള്ളത്. നമ്മുടെ വീട്ടിൽ നിറച്ചും ചക്കയൊക്കെ ഉണ്ട്. അപ്പോൾ മഴ പെയ്തപ്പോൾ മധുരം ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിച്ച് കഴിച്ചെങ്കിലും പക്ഷേ അത്യാവശ്യം മധുരം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സാധാരണ വെള്ളമൊക്കെ കയറുമ്പോൾ മഴയൊക്കെ പെയ്ത് കഴിയുമ്പോൾ ചക്കയ്ക്ക് അധികം മധുരമൊന്നും ഉണ്ടാവില്ല. തിന്നാൻ പറ്റുന്ന മധുരം ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിച്ചു. അതിന് ഉച്ചയ്ക്ക് നമ്മൾ കഴിക്കാനായിട്ട് കറികളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ അമ്മ ഉണ്ടാക്കി തന്നതാണ്. കോളിഫ്ലവറിൻ്റെ ബജി പോലെ ഉണ്ടാക്കിയതാണ് കേട്ടോ. പക്ഷേ അത് ടേസ്റ്റ് ഉണ്ടായിരുന്നു. വറുത്ത് തന്നതാണ്. അതൊക്കെ കഴിച്ച് നമ്മൾ നേരെ ഹോസ്പിറ്റലിലേക്ക് ഓട്ടോറിക്ഷയിലാണ് കേട്ടോ പോകുന്നത്. കുട്ടികളുള്ളത് കാരണം നമുക്ക് ബസ്സിലൊന്നും പോകാൻ പറ്റില്ല. അങ്ങനെ ഒരു കുട്ടീനെ ഞാനും പിടിച്ചു, ഒരു കുട്ടീനെ അനിയത്തിയും പിടിച്ചു. അങ്ങനെ ഞങ്ങളിത് അൻമാസ് ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം ഒരു ടൈം 1:30 കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഞങ്ങളെ അവിടെ ചെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് നമ്മുടെ ഡോക്ടറെ 3:30 കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്നാണ്. അപ്പോൾ ഏതായാലും നമ്മൾ കുറേ നേരം വെയിറ്റ് ആക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടെ പോയി ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ രണ്ടുപേരും കൂടി കുറച്ച് നേരം അവിടെ ഇരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഭയങ്കര ബോറടിയായിരുന്നു. പിന്നെ ഞാനാണെങ്കിൽ മൊബൈൽ കൊണ്ടുപോയിട്ടും ഇല്ലായിരുന്നു. മൊബൈൽ കേടൊക്കെ വന്ന കാരണം വെറുതെ കയ്യിൽ വെച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഞാൻ അനിയത്തിൻ്റെ ഫോണിൽ നിന്ന് കുറേ നേരം വീഡിയോ ഒക്കെ കണ്ടിങ്ങനെ ഇരുന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതേ ചീട്ടൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ വെയിറ്റ് ആക്കി. അങ്ങനെ വെയിറ്റൊക്കെ ആക്കി കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു 3:45 ആയപ്പോഴാണ് നമ്മുടെ ഡോക്ടർ വന്നിട്ടുള്ളത് കേട്ടോ. കുട്ടികളുടെ സെക്ഷൻ ആയതുകൊണ്ട് തന്നെ അവിടെ കുറേ പേരൻസ് കുട്ടികളെയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കളിയും ചിരിയൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലിരുന്ന ഒരു ബേബി ആയിരുന്നു ഇത്. ആൾ ഭയങ്കര ഫണ്ണി ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ആളോട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ അവരുടെ കളിയും ചിരിയൊക്കെ. എൻ്റെ കയ്യിലിരിക്കുന്ന കുട്ടി ഇതേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചിരിക്കേണ്ടിയിരുന്നു. നല്ല ഉറക്കമാണ് കേട്ടോ രണ്ടാളും. അപ്പോൾ ഇടയ്ക്ക് പുള്ളിക്കാരി എന്തൊക്കെയോ നോക്കി ഇങ്ങനെ ചിരിക്കണുണ്ടായിരുന്നു. എന്താണെന്ന് പോലും മനസ്സിലായിട്ടില്ല. പിന്നെ ഞങ്ങൾ ഡോക്ടറെയൊക്കെ കാണിച്ചു. പിന്നെ നമ്മൾ വിചാരിച്ചു ചായയൊക്കെ കുടിച്ചിട്ട് പതിയെ പോകാമെന്ന്. ഏകദേശം കുറേ സമയമായല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ് പോണത്. നമ്മുടെ അൽമാസിൻ്റെ ക്യാൻറ്റീൻ തന്നെ ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് കഴിക്കാമെന്ന് വിചാരിക്കുന്നത്. പക്ഷെ പാർക്കിംഗ് ഏരിയയിൽ അവിടെ ബ്ലോക്ക് ആക്കിയതുകൊണ്ട് ഞാൻ കുനിഞ്ഞാണ് കേട്ടോ അവിടെ നിന്ന് പോയത്. അപ്പോൾ അനിയത്തിക്ക് അത് പറ്റില്ല എന്ന് പറഞ്ഞ കാരണം അവൾ കറങ്ങി തിരിഞ്ഞ് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവാണ്. അത്യാവശ്യം ചെറിയ രീതിയിൽ പൊടിമഴ ഉണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികളെ കൊണ്ട് പോകണത് റിസ്ക് അല്ലേ എന്ന് വെച്ചിട്ട് ഞാനതങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് കയറിപ്പോയത്. അപ്പോൾ അനിയത്തി ഇതേ പതിയെ നടന്നൊക്കെ വന്നു. അപ്പോൾ ഞാൻ അവിടെ വെയിറ്റ് ആക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഈ പുറത്തുനിന്ന് ചായയൊക്കെ കുടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മാത്രമല്ല അനിയത്തിക്കും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ പുറത്ത് പോകുന്ന സമയത്ത് ഇടയ്ക്ക് ചായയൊക്കെ കുടിച്ചിട്ടേ പോകാറുള്ളൂ കേട്ടോ. പിന്നെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും മേടിക്കാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ഞങ്ങളിതേ കുറേ പലഹാരം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും പോലെ തന്നെ എൻ്റെ മുട്ട പപ്സാണ് കേട്ടോ ഞാൻ ഓർഡർ ചെയ്തത്. അനിയത്തിക്ക് കട്ട്ലേറ്റ് മതി എന്ന് പറഞ്ഞാൽ അവൾക്ക് അത് തന്നെ ഓർഡർ ചെയ്തു. അങ്ങനെ ചായയും കുടിച്ചിരിക്കുകയാണ്. പിന്നെ തന്നിട്ടുള്ള റിസൾട്ടും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്നും ബാഗിനകത്തൊക്കെ മടക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കാണുന്നത്. കണ്ടോ പുറത്ത് കണ്ടില്ലേ ചെറിയ രീതിയിൽ പൊടിമഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞു. ഇതേ ബില്ലൊക്കെ കൊടുക്കാറായി. അങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ട് ഇനി അമ്മയ്ക്കുള്ള സാധനം ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുറത്ത് പോയിട്ട് മേടിക്കാമെന്ന് വിചാരിക്കുന്നു. കുട്ടികൾ രണ്ടുപേരുടെ കയ്യിലിരിക്കുന്ന കാരണം നമുക്ക് സാധനം മേടിച്ചിട്ട് അങ്ങനെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഒന്നാമത് മഴയും കൂടി ആയത് കാരണം അമ്മ പിന്നെ കുട എടുക്കണ്ടെന്ന് പറഞ്ഞു. ഓട്ടോറിക്ഷയിൽ വരുമ്പോൾ സമയത്ത് നമുക്ക് ഹോസ്പിറ്റലിനുള്ളിലേക്ക് ആവുമല്ലോ. പിന്നെ നമ്മൾ വീട്ടിലേക്കും ഓട്ടോറിക്ഷയിൽ പോകുന്നതുകൊണ്ട് വീട്ടിൻ്റെ വാതിൽക്ക് വരെ എത്തുമല്ലോ എന്ന് വെച്ചിട്ട് കുടയൊന്നും എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ കുട പിടിക്കാനും ഭയങ്കര പാടാണ്. അപ്പോൾ ഓട്ടോറിക്ഷ ആകെ ഒന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞങ്ങൾ വിളിച്ചപ്പോൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് വന്നു കേട്ടോ. അങ്ങനെ ഒരു ഓട്ടോറിക്ഷയിൽ ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി പുറത്തേക്ക് വേറെ എവിടെയും പോകുന്നില്ല. കുഞ്ഞുങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ടായിരുന്നു. ഏകദേശം ഇപ്പോൾ മേടിക്കേണ്ടെന്ന് വിചാരിച്ചു. കാരണം ബ്ലോക്കും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഓട്ടോറിക്ഷ അങ്ങനെ നിർത്തി ചെയ്യുമ്പോൾ നമുക്ക് ഒന്നും കൂടി ലേറ്റ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ നേരത്തെ വീട്ടിലേക്കാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കണത്. കോളേജ് വഴി നല്ല ബ്ലോക്കായിരുന്നു. പയ്യെ ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കുട്ടിക്ക് വേണ്ടിയിട്ട് പാല് കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത കാരണം നമുക്കത് പ്രശ്നം ഉണ്ടായിരുന്നില്ലായിരുന്നു.
അങ്ങനെ വീട്ടിലേക്ക് എത്തിയതേ വീട്ടിലെത്തിയപ്പോൾ അട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അടയും ചായയും കൂട്ടി കഴിച്ചു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം. ടാറ്റാ.